ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഹാൻഡ്സ് ഓഫ് മറിയം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു കപ്പ് ബസ്മതി റൈസ്, കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് വേവിച്ച് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അല്ലെങ്കിൽ വോക്ക് ചൂടാക്കി ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 3 മുട്ട ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി ഈ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ വോക്കിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ചെറുതായിട്ട് അരിഞ്ഞതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് സോയ സോസ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഓയിസ്റ്റർ സോസ് ചേർത്തെടുക്കാം. ഇനി കുറച്ച് ഷുഗർ ചേർക്കാം. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് ചൂടാറിച്ചെടുത്ത ചോറ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനായോ എന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്യാം. എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇനി ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഇതിലേക്ക് തന്നെ ചിക്കൻ ആഡ് ചെയ്ത ചിക്കൻ ഫ്രൈഡ് റൈസ് ആക്കി നമുക്കെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.